എന്ത് പറഞ്ഞു എക്സ് കാമുകി? എന്തു പറയാൻ, കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചു, പിന്നെ ഞാനിങ്ങോട്ട് വന്നു. ഫുൾ നൊക്രാച്ചിയായി കാണുമല്ലോ. ഒട്ടും പ്രതീക്ഷിക്കാതെ കണ്ടല്ലേ. അപ്പൊ എന്തൊക്കെയോ അങ്ങനെ ഓർമ്മ വന്നു. എന്ത്? ഞാനേ കോളേജിലെ കാര്യങ്ങളൊക്കെ ഞാൻ ഓർത്തു. അവൾക്ക് അതേപോലെ തന്നെ ഉണ്ട്, ഒരു മാറ്റമില്ല ആള്. എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു അവൾക്ക്. ഞങ്ങളങ്ങനെ വഴക്കൂടിയിട്ടൊന്നുമില്ല. അതാ പിരിഞ്ഞ് സ്നേഹമുള്ളിടത്തല്ലേ വഴക്കുള്ളൂ. നീ അഡ്വാൻസ് കൊടുത്തിട്ടല്ലേ വന്നേ? ഞാനത് വേണ്ടെന്ന് പറഞ്ഞു. ആ എന്താ? എനിക്ക് നിന്നെ സംശയമൊന്നുമില്ല, പിന്നെ എനിക്കൊരു കൂട്ടായില്ലേ. ശരിയാവില്ല, അവർക്ക് അതൊരു ബുദ്ധിമുട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അവർക്ക് പ്രശ്നമാണെന്ന് അവള് പറഞ്ഞു. പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ നമ്മുടെ ലൈഫ് അങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഷേ, എനിക്ക് പോസസീവ് ആവാനുള്ള ചാൻസ് ഇല്ലേ നീ കളഞ്ഞ്? നീ ഒന്ന് പോയേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ നാട്ടിൽ പോയാലും ആലോചിക്കും. എന്താ ഇപ്പൊ അങ്ങനെ തോന്നി? അല്ലെങ്കിൽ നാട്ടിൽ പോയി വന്നിട്ടേ പുതിയതായിട്ട് നമുക്ക് വീട് അന്വേഷിച്ച് തുടങ്ങിയാലോ? ആ, വേറൊരു കാര്യം കൂടി ഉണ്ട്. അമ്മ വിളിച്ചിട്ടുണ്ടേ, നമ്മൾ പേഷ്യൻ്റായിട്ട് മീനൊക്കെ തിന്ന് തുടങ്ങി. അവനവിടെ ഓക്കെ ആവും. നമ്മളൊരു ഏറ്റവും വലിയ കണ്ടീഷൻ അവനായിരുന്നല്ലോ. ഇനിയിപ്പോൾ നമുക്ക് അത് ഒഴിവാക്കിയിട്ട് ഇവിടെ പുതിയതായിട്ട് അന്വേഷിച്ച് തുടങ്ങാം വീട്. എന്നിട്ട് എന്നാ പോകുന്നത്? നാളെ തന്നെ പോയാലോ ആലോചിക്കാം. നിന്റെ തീരുമാനം എന്തായാലും മാറില്ലെന്ന് മനസ്സിലായി. എങ്കിൽ പിന്നെ ഞാനും വന്നാലോ? 2 ദിവസം ലീവ് എടുക്കാം, ഓക്കെ അല്ലേ? അതൊക്കെ. വീടൊക്കെ എടുത്ത് ഒന്ന് കറങ്ങാൻ പോവാന്നൊക്കെ വിചാരിച്ച അതൊന്നും നടന്നില്ല. അതാണ് പ്രശ്നം. നമുക്ക് ഇന്ന് രാത്രി ഈ കൊച്ചു മൊത്തം കറങ്ങാം. ഇടമുറിയാതൊരു മഴനാളിൽ ഇടവപ്പാതിക്കുളിർ നാളിൽ ഇടമുറിയാതൊരു മഴനാളിൽ ഇടവപ്പാതിക്കുളിർ നാളിൽ ഇടവഴി പാതി തിരുവില് വച്ച് കള്ളിടമുത്തിപ്പോയോനാ പച്ചമാങ്ങ ചുനകവിളത്തച്ച വച്ചോനാ അച്ഛന പോലെ എൻ്റെ ചങ്കിൽ പൊള്ളി നിന്നോനാ. പോട്ടെ, എന്നാ നാളെ വണ്ടി തിരിച്ചു പോകാം. വൈകിട്ട് ഞാൻ വരാം നിന്നെ കൂട്ടാൻ. പോയി കിടന്നു സുഖമായിട്ട്.